നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് കെ ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് സുധ എന്നിവരുൾപ്പെട്ട രണ്ടംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിലുള്ള മൊഴിപ്പകർപ്പുകൾ, സർക്കാർ സ്വീകരിച്ച നടപടികൾ, പ്രത്യേക അന്വേഷണ സംഘം, കേസുകൾ, അങ്ങനെ പ്രമുഖരെ പൂട്ടാനുള്ള എല്ലാ തരത്തിലുമുള്ള പൂർണ്ണമായ വിവരങ്ങളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ആരോപണ വിധേയർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി പായിച്ചർ നവാസ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് പ്രധാനമായും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഓഗസ്റ്റ് 22 നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള കേസുകൾ ഉൾപ്പെടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ സെപ്റ്റംബർ 9 ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്മാർ, അണിയറ പ്രവർത്തകർ, സംവിധായകർ എന്നിവർക്കെതിരെ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേസുകളിൽ ജയസൂര്യയും മുകേഷും ഉൾപ്പെടെയുള്ളവർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിനുവേണ്ടി പ്രത്യേകമായി ഒരു ബെഞ്ച് തന്നെ രൂപീകരിച്ചത്. ആരോപണ വിധേയരായ പ്രമുഖ നടന്മാരും സംവിധായകരടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA ജോസഫ് പുതുശ്ശേരി, ക്രൈം നന്ദകുമാർ, ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ജന്നത്ത് എന്നിവരും ഹർജികൾ കൊടുത്തിട്ടുണ്ട്. സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളും പരാതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സംഘം ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.